ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ സുധാകരൻ മാഷ് വേദോട് പറയുന്നുണ്ട്, നീയാണ് മോളെ വളക്ക് കൊളത്തുണ്ട്, അണക്കാണതിന് എല്ലാം കൊണ്ടും നിനക്കാണതിന് അവകാശം, നീയാണതിന് ഈ ചടങ്ങ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ കയ്യിൽ വളക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വേദ വളക്കൊളത്തിയിട്ട് സുധാകരൻ മാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൊളത്താൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളക്കൊളത്തുണ്ട്. മുത്തശ്ശി എല്ലാവരും വളക്കൊളത്തിയിട്ട് അതിങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വരും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒക്കെ പണി നോക്കാൻ പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. വേദയും അച്ഛനും പുറത്തേക്ക് പോകുന്നുണ്ട്. വേദ കോടതിയിലേക്കാന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ മുത്തശ്ശി എല്ലാവരും ഉള്ളിൽ പോയിട്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും ഉരലൊക്കെ ഇടിച്ചിട്ട് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. നല്ല സന്തോഷമായിട്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല സുധാകരൻ മാഷോട് പറയുന്നുണ്ട്, വേദ വന്ന ശേഷം നമ്മളെ ഈ വീടിന് നല്ല വെളിച്ചവും സന്തോഷമൊക്കെ ഉണ്ട്, ഇനി നമ്മളെ കുടുംബം ഇനി സന്തോഷത്തോട് മുന്നോട്ട് പോകും മാഷേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ഇതോടുകൂടി മാത്രം ആയില്ല, ഇനി ഈ വീട്ടിൽ വേദയ്ക്കും വിക്രത്തിനും ഒരു കുഞ്ഞിക്കാലം കൂടി കാണണം, ആ കുട്ടിയുടെ നൂൽകെട്ട് ചടങ്ങിന് വേണം കമലി സുധാകരനും കൂടി വേണം വളക്കൊളത്താന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തനാണെങ്കിൽ ആകെ നാണം വരുന്നുണ്ട്. വേദയാണെങ്കിലും അവിടെ നാണിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളോടുള്ള പക തീർക്കാനാണ് ആ പയ്യൻ എൻ്റെ അനിയത്തിയോട് പ്രേമം നടിച്ചിട്ട് വശത്താക്കാൻ നോക്കണത്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് വിക്രത്തിന് ഒന്നും മനസ്സിലാവും. നീ എന്താ പറയണമെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പേ എന്നോ ആക്രമിച്ച ആ പയ്യനാണ്, അത് അവൻ നിങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാൻ അവൻ എൻ്റെ അനിയത്തിയാണ് പ്രേമിക്കണം, ഇനിയിപ്പോൾ ഇതൊന്നും എങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയെ ഊരിക്കൊണ്ടുവരിക എന്നൊക്കെ എനിക്ക് അറിയണില്ല എന്ന് പറയുന്നത്. വിക്രം പറയുന്നത്, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.